വളാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിലുള്ള വൈക്കത്തൂർ TV ഗ്രൗണ്ടിൽ നഗരസഭാ കസ്റ്റഡിയിൽ ശേഖരിച്ചു വെച്ച കരിങ്കല്ല് ശേഖരം മോഷണം പോയതായി നഗരസഭാ പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗ്രൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന കരിങ്കല്ലുകൾ ലോറിയിൽ കയറ്റി കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു. സംഭവത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ലോറി തടഞ്ഞുവെച്ച് നഗരസഭാ സെക്രട്ടറിയെ വിവരം അറിയിച്ചതായും പറയുന്നു. എന്നാൽ നാട്ടുകാർ ലോറി തടയുന്നതിന് മുൻപ് ചില കരിങ്കല്ലുകൾ ഇതിനകം തന്നെ ലോറിയിൽ കയറ്റി കൊണ്ടുപോയതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. ആ കരിങ്കല്ല് ശേഖരം ഇതുവരെ തിരികെ എത്തിച്ചിട്ടില്ലെന്നും വിഷയത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണെന്നും പ്രതിപക്ഷം പറയുന്നു. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള TV കോമ്പൗണ്ടിൽ 40 ലോഡോളം വരുന്ന ബോളർ നിക്ഷേപിച്ചിരുന്നു. കോലത്തോട് നിന്ന് പൊളിച്ച ബോളറും അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് പൊളിച്ച ബോളറും അവിടെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 10-ാം തീയതി അവിടെ നിന്ന് അത് ലോറിയിൽ കയറ്റി പോകുന്നതായി അവിടുത്തെ നാട്ടുകാർ എന്നെ വിളിച്ച് വിവരറിയിച്ചു. ഞങ്ങളെ കുറേ ആളുകളെ വിളിച്ച് വിവരറിയിച്ചു. അത് പോയി നോക്കിയപ്പോൾ, ആ പ്രദേശത്ത് പോയി നോക്കിയപ്പോൾ അവിടുന്ന് കംപ്ലീറ്റ് ആ 40ഓളം ലോഡ് വരുന്ന ആ സാധനങ്ങൾ അവിടുന്ന് കയറ്റിപ്പോയതായിട്ട് കാണാൻ കഴിഞ്ഞു. ഈ വിവരം 11-ാം തീയതി, അന്ന് ഇവിടെ സലാംക്ക മരണപ്പെട്ടു കാരണം 10-ാം തീയതി അത് പറയാൻ കഴിഞ്ഞില്ല. 11-ാം തീയതി സെക്രട്ടറിനെ നേരിട്ട് വിളിച്ചു. ഇങ്ങനെ നമ്മളെ ലോഡ് കല്ല് അവിടുന്ന് പോയിട്ടുണ്ട്, അത് എവിടേക്കാ പോയി നിങ്ങൾക്ക് വല്ല വിവരം ഉണ്ടോ, അത് നമ്മൾ ലേലം ചെയ്ത് കൊടുത്തതാണോ എന്ന് സെക്രട്ടറിയെ വിളിച്ചു ചോദിച്ചു. സെക്രട്ടറി പറഞ്ഞു അങ്ങനെ ഒരു വിവരം എനിക്കറിയില്ല എന്ന് സെക്രട്ടറി ഫോണിൽ കൂടെ മറുപടി അറിയിച്ചു. അങ്ങനെ എയിനെ വിളിച്ചു. എയിനോട് ചോദിച്ചു നമ്മളെ പണി നടക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ ബോളർ പണി നടക്കുന്നവർക്ക് കൊണ്ടുപോകുന്നുണ്ടോ, അത് മുനിസിപ്പാലിറ്റി മുതലാണ് കൊണ്ടുപോകുന്ന വിവരം നിങ്ങൾ അറിഞ്ഞണമെന്ന് ചോദിച്ചപ്പോൾ എയും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ 11-ാം തീയതി വൈകുന്നേരം ഞാൻ സെക്രട്ടറിയുടെ നേരിട്ട് ഈ സെക്രട്ടറിയുടെ ചേംബറിൽ വന്നപ്പോൾ ഈ വിഷയം അന്വേഷിച്ചു. നിങ്ങളത് അന്വേഷിച്ചോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് എയിനോട് ചോദിക്കാമെന്ന് പറഞ്ഞു. എയിനെ വിളിപ്പിച്ചു, സെക്രട്ടറിയുടെ ചേംബറിലേക്ക് വിളിച്ചു. ഞാനും സെക്രട്ടറി എയും കൂടി സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് സെക്രട്ടറി പറഞ്ഞു അത് ആരാ കൊണ്ടുപോയിക്കണമെന്ന് അറിയില്ല, അത് കൊണ്ടുപോയ ആളുകളെ നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞുതരും. ഞങ്ങളെങ്ങനെ അറിയാമെന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു. അങ്ങനെ ഇന്നലെ 12-ാം തീയതി ബോർഡ് മീറ്റിംഗ് ആയിരുന്നു. ബോർഡ് മീറ്റിംഗിൽ ഈ വിഷയം അവസാന ഘട്ടത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 6 ആൾ കൂടി സെക്രട്ടറി ചേംബറിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് സെക്രട്ടറി നമ്മളോട് പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ആ എടുത്ത ലോഡ് അവിടെ തന്നെ തിരിച്ചു കൊണ്ടാൻ ഈ എടുത്ത വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളോട് പറയാൻ കാരണം. ഇത് ഒരു പൊതുമുതലാണ്. ആ പൊതുമുതൽ ഒരു ടെൻഡർ നടപടി കൂടെ സ്വീകരിക്കാതെ മുനിസിപ്പാലിറ്റിക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ അത് ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺട്രാക്ടർ ഈ കരാറുകാരൻ അത് കൊണ്ടുപോയി എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണം. മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതുമുതൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുപോയി എന്നുള്ളത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്വം സെക്രട്ടറിക്കും ബന്ധപ്പെട്ട ഇതിന്റെ അധികാരികൾക്കുമുണ്ട്. അത് ഞങ്ങൾ അതിന്റെ നിവേദനം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. സെക്രട്ടറിക്ക് കൊടുക്കാൻ ഇവിടെ വന്നതാണ്. അത് ഞങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ടത് ഇതിന്റെ ആവശ്യമാണ്. ഇവിടെ ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കകത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലുള്ള കൗൺസിലർമാർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് പൊതുജനങ്ങളെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊടുക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മോഷണം നടത്തിയവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. സംഭവത്തിൽ നഗരസഭാ അധികൃതർ അന്വേഷണം നടത്തണമെന്ന ആവശ്യം നാട്ടുകാരും ഉയർത്തിയിട്ടുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ മുതല് പൊതുമുതലാണ്, അത് മോഷ്ടിക്കപ്പെട്ടതാണ്. ആ മോഷ്ടിക്കപ്പെട്ടതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് സെക്രട്ടറി നമ്മളോട് വിവരം പറയണം. അത് വിവരം പറയാൻ വേണ്ടി ഞങ്ങളിവിടെ പരാതി അടിസ്ഥാനത്തിൽ ഞങ്ങൾ 7ഓളം വരുന്ന കൗൺസിലർമാർ ഒരു പരാതി അടിസ്ഥാനത്തിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന്റെ പരാതി കൊടുത്തിട്ട് അതിന് മറുപടി ഇല്ലെങ്കിൽ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് പ്രത്യക്ഷ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ പോകും, പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.